നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ചാര സംഘടന ഒരുപാട് കാര്യങ്ങളാണ് ലോകത്ത് അവർ ശത്രുക്കളെ വകവരുത്തുന്നതിനായിട്ട് കൃത്യവും സൂക്ഷ്മവുമായ പ്രവൃത്തിയിലൂടെ ചെയ്തിരിക്കുന്നത്. മൊസാദിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ എപ്പോഴും വാർത്താ പ്രാധാന്യം നേടാറുണ്ട്. പലപ്പോഴും നേതാക്കളുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ അവരുടെ കൂടെ നടക്കുന്ന പല ആളുകളിലും മൊസാദിന്റെ ചാരന്മാർ വരെ നുഴഞ്ഞു കയറാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ഇപ്പോഴിതാ ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിച്ചതിന് പിന്നാലെ തന്നെ ഇറാനിൽ മൊസാദിന്റെ ചാരന്മാരെ ഇപ്പോൾ ഇറാൻ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ കൂടി, അറസ്റ്റ് ചെയ്യുക മാത്രമല്ല വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു വെടിനിർത്തൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഔദ്യോഗികമായി ഇരു രാജ്യങ്ങൾ അത് പ്രഖ്യാപിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്കയും അത് പ്രസ്താവിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇറാൻ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. 12 ദിവസത്തെ രൂക്ഷമായ സംഘർഷത്തിനൊടുവിലാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നിർദ്ദേശത്തിന് ഇസ്രായേലും ഇറാനും സമ്മതിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ സംഭവ വികാസങ്ങൾ നടന്നിരിക്കുന്നത്. തൂക്കിലേറ്റപ്പെട്ട 3 പേർ ഇസ്രായേലിന്റെ മൊസാദുമായി സഹകരിച്ചതിനും പേര് വെളിപ്പെടുത്താത്ത ഒരു വ്യക്തിയുടെ കൊലപാതകത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങൾ കടത്തിയതിനും ശിക്ഷിക്കപ്പെട്ടവരാണെന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാതെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കൂടാതെ ഇസ്രായേലുമായുള്ള ബന്ധത്തിന്റെ പേരിൽ 700ഓളം പേരെ അറസ്റ്റും ചെയ്തിട്ടുണ്ടെന്നും സർക്കാർ അനുബന്ധ ന്യൂസ് സ്ഥാപനങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇദ്രിസ് അലി, ആസാദ് ഷോജോയ്, റസൂൽ അഹമ്മദ് റസൂൽ എന്നിവരെയാണ് വധശിക്ഷയ്ക്ക് ഇറാൻ ഇപ്പോൾ വിധേയമാക്കിയിരിക്കുന്നത്. ഇസ്രായേലുമായുള്ള സഹകരണം, കൊലപാതകങ്ങൾ നടത്താനായി രാജ്യത്തേക്ക് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ നടപടിക്രമങ്ങൾക്ക് ശേഷം ഇന്ന് രാവിലെയാണ് ഇവരുടെ വധശിക്ഷ നടപ്പാക്കിയതായി ഇറാൻ അറിയിച്ചിരിക്കുന്നത്. സംഘർഷം അവസാനിച്ചതിനു ശേഷം കൂടുതൽ പേരെ തൂക്കിലേറ്റാൻ സാധ്യതയുണ്ടെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്കകമാണ് ഈ ഒരു നടപടി ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തുർക്കി അതിർത്തിക്കടുത്തുള്ള വടക്കു പടിഞ്ഞാറൻ നഗരമായ ഉർമിയയിലാണ് വധശിക്ഷകൾ നടന്നതെന്നും ഇറാൻ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ജൂൺ 13-ന് ഇസ്രായേൽ ആരംഭിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ആരംഭിച്ച സൈനിക നടപടിക്ക് മൊസാദിന്റെ പങ്ക് ഏറെ നിർണായകമായിരുന്നു. ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഡ്രോണുകൾ വിക്ഷേപിക്കാനുള്ള താവളങ്ങൾ വരെ ഇറാനിലെ ചാരന്മാർ മൊസാദിന് ഒരുക്കിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും അതിനൊക്കെ തന്നെ സഹായിച്ചിട്ടുള്ള ആളുകളെയാണ്, അതായത് മൊസാദിന്റെ ചാരന്മാരെയാണ് ഇപ്പോൾ ഇറാൻ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൂടാതെ 700ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇപ്പോൾ മരണസംഖ്യ കൂടാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ആളുകളെ മരണശിക്ഷയ്ക്ക് വിധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇസ്രായേലുമായി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സംഘർഷത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇറാൻ മൊസാദുമായി ബന്ധമുണ്ടെന്നും പശ്ചിമേഷ്യൻ രാജ്യത്ത് ഇസ്രായേൽ ചാര ഏജൻസിയുടെ പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കിയെന്നും കുറ്റക്കാരായ നിരവധി വ്യക്തികളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തുകൊണ്ട് അമേരിക്ക ജൂതരാഷ്ട്രത്തിന്റെ പക്ഷത്ത് ചേർന്നതിനു ശേഷം ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത വെടിനിർത്തൽ കരാർ ഒരു പാളിച്ചയോടെയാണ് ആരംഭിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ 3 ഏജന്റുമാരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മരണശിക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിരിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ തന്നെ ഏറ്റവും ശക്തമായ ചാര സംഘടനയുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന് കൃത്യമായിട്ട് അറിയാം. മൊസാദ് എന്ന അവരുടെ ചാര സംഘടന ഇറാനിലും മികച്ച മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ നടത്തിയ ശക്തമായ ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രവും മൊസാദിലെ ചാരന്മാരായിരുന്നു. കൃത്യമായ ഓപ്പറേഷനിലൂടെ ഇറാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ വധിക്കുകയായിരുന്നു. ഇറാനിൽ തിരിച്ചടി നൽകാൻ ഇസ്രായേലിന്റെ ആദ്യ സൈനിക വിമാനം പറന്നുയരും മുൻപ് മൊസാദിന്റെ ചാരന്മാർ ഏകദേശം 1 വർഷം നീളുന്ന രഹസ്യ ഓപ്പറേഷനിലൂടെ ആയുധങ്ങൾ ഘടിപ്പിച്ച ഡ്രോണുകളും കൃത്യസ്ഥാനത്ത് ആക്രമിക്കുന്ന മറ്റു ആയുധങ്ങളും ഇറാനിലേക്ക് കടത്തിയിരുന്നു. അത്രയേറെ രഹസ്യത്തോടും സൂക്ഷ്മതയോടും കൂടിയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഇതോടെ ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈലുകൾ തൊടുക്കാൻ ശ്രമിച്ചപ്പോഴും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം വഴി ഇസ്രായേൽ മിസൈലുകളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോഴും ആ ശ്രമം പരാജയപ്പെടുത്താൻ മൊസാദിന് ആയിട്ടുണ്ടായിരുന്നു. പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറ്റവും വഷളായിരിക്കുന്ന ഈ സമയത്ത് ഇസ്രായേൽ നേരെയുള്ള ആക്രമണം തകർക്കാൻ സഹായിക്കുന്ന മറ്റൊരു രഹസ്യ ഓപ്പറേഷനാണ് മൊസാദ് നടപ്പാക്കിയത്. ഈ ഓപ്പറേഷന് പിന്നിലുള്ള മൊസാദ് ചാരന്മാരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും ഇറാൻ. ഈ ആക്രമണം ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതി തകർക്കാൻ ലക്ഷ്യം വെച്ചുള്ള മൊസാദിന്റെ വർഷങ്ങൾ നീണ്ട പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയായിരുന്നു.
മൊസാദിന്റെ മുൻ ഗവേഷണ വിഭാഗം ഡയറക്ടർ സിമ ഷൈൻ വ്യക്തമാക്കുന്നു. മൊസാദിന്റെ ചാരന്മാർ ഇറാനിൽ തലസ്ഥാനമായ ടെഹ്റാൻ അടുത്ത് അവരുടെ ആയുധങ്ങൾ വിക്ഷേപിക്കാൻ ഒരു ലോഞ്ച് ബേസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയേറെ തങ്ങളുടെ ശത്രു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി അവിടെ ഒരു ലോഞ്ച് ബേസ് തന്നെയാണ് മൊസാദ് നിർമ്മിച്ചിരുന്നത്. ഇറാൻ തയ്യാറാക്കിയ മിസൈൽ ലോഞ്ചറുകളെ തകർത്ത് ചാരമാക്കാൻ അവർ ഇവിടെ നിന്ന് സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഡ്രോൺ ഉപയോഗിച്ചു. ഇറാനിലെ പ്രധാന സൈനിക താവളത്തിലെ ഭൂതല മിസൈൽ ലോഞ്ചറുകളെ ഇങ്ങനെ ഇസ്രായേൽ തകർത്തു. ശതകോടികൾ ചെലവാക്കിയുള്ള ഈ പദ്ധതി മൊസാദും ഇസ്രായേലി സൈന്യവും ചേർന്ന് നടപ്പാക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമെങ്കിലും ആയിട്ടുണ്ടാകുമെന്നാണ് ഒരു മുൻ ഇന്റലിജൻസ് ഓഫീസറുടെ പ്രതികരണം. ദീർഘകാലമായുള്ള ആലോചന തീർച്ചയായും ഇതിന് പിന്നിലുണ്ട്. മാസങ്ങളോളം എടുത്താണ് ഇസ്രായേലി ഉദ്യോഗസ്ഥർ ഡ്രോണിന്റെ മറ്റു ഭാഗങ്ങൾ കടത്തിയത്. സ്യൂട്ട് കേസുകൾ, ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ, ട്രക്കുകൾ എന്നിവ വഴിയൊക്കെയാണ് മനുഷ്യരഹിത സൈനിക വാഹന ഭാഗങ്ങൾ അടക്കം ഇറാനിലേക്ക് ഇസ്രായേൽ കടത്തിയത്. ജൂൺ 13 ഇറാൻ ആക്രമിക്കുന്നതിന് മുൻപ് ഇവർ തങ്ങൾക്ക് നിശ്ചയിച്ച സ്ഥലങ്ങളിൽ കൃത്യമായി തയ്യാറായി നിന്നു. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു തുടങ്ങിയപ്പോൾ ചിലർ മിസൈലുകളെ പ്രതിരോധിക്കാൻ സംവിധാനം ഒരുക്കി. മറ്റു ചിലർ മിസൈൽ ലോഞ്ചർ ഉപയോഗിച്ച് ഇറാനിലെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇറാന്റെ സൈനിക ബലമറിയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും സാറ്റലൈറ്റ് ദൃശ്യങ്ങളെയും ഇസ്രായേൽ ഉപയോഗിച്ചു. ഇത് അവിടെയുള്ള ന്യൂക്ലിയർ ആയുധ കേന്ദ്രങ്ങൾ കൃത്യമായി ആക്രമിക്കാൻ അവരെ സഹായിച്ചു. ഹിസ്ബുള്ളയുടെ പ്രവർത്തകരുടെ പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുന്ന ശക്തമായ ഒരു സൈബർ ആക്രമണം നടത്താനും കഴിഞ്ഞ വർഷം മൊസാദിന് കഴിഞ്ഞിരുന്നു. ഇറാനെതിരായ മൊസാദ് നടത്തിയ ആക്രമണങ്ങളെ ഭരണകൂടം ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടെ മൊസാദിന്റെ രഹസ്യാന്വേഷണ സംവിധാനത്തിലെ ഏക പോരായ്മ വന്നത് 2023 ഒക്ടോബർ 7 ഹിസ്ബുള്ള ഇസ്രായേലിൽ നടത്തിയ പെട്ടെന്നുള്ള കനത്ത ആക്രമണമാണ്. ഈ ആക്രമണത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇറാനെതിരെ ശക്തമായ പ്രതിരോധമാണ് ഇസ്രായേലിനായി മൊസാദ് നടത്തുന്നത്. ഏതായാലും ഇപ്പോൾ 3 ചാരന്മാരെയാണ് ഇത്തരത്തിൽ മൊസാദിനെ സഹായിച്ചിരിക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ ഇറാൻ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. 700ഓളം ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഏതായാലും വെടിനിർത്തൽ പെട്ടെന്ന് കൊണ്ടുവന്നതിന്റെ കലി എന്തായാലും ഇറാൻ ഉണ്ടാവും. അത് ഇത്തരത്തിൽ ഈ ചാരന്മാരെ വേഗത്തിൽ പിടികൂടുകയും അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിനും ഒരു കാരണമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതേസമയം തന്നെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് പെന്റഗൺ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതും വാർത്തയായിട്ടുണ്ട്. ആണവ കേന്ദ്രങ്ങൾക്ക് പുറമെ കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഭൂമിക്കടിയിലുള്ള ഭാഗം സുരക്ഷിതമാണ്. കവാടവും ഉപരിതലവും മാത്രമാണ് തകർന്നത്. ഭൂമിക്കടിയിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ സുരക്ഷിതമാണ്. US ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് നദാൻസ്, ഫോർദോ, ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് US സൈന്യം ആക്രമണം നടത്തിയത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടെങ്കിലും ആണവ കേന്ദ്രങ്ങളുടെ കവാടവും ഉപരിതലവും മാത്രമാണ് തകർന്നത്. ഭൂമിക്കടിയിലെ യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ സുരക്ഷിതമാണ്. ഇറാന് മുൻപത്തേതുപോലെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടും ഇറാന്റെ ആണവോർജ പദ്ധതികൾ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാണ് CNN പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്.